KC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇറാൻ തിരിച്ചടി തുടങ്ങി, ഗൾഫിൽ ആശങ്ക, ബഹ്റൈനിൽ സ്ഫോടനം, ലക്ഷ്യം US വ്യോമതാവളം. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ തിരിച്ചടി തുടങ്ങി. ഗൾഫ് മേഖലയിലെ എംബസികളിലെയും കോൺസുലേറ്റിലെയും ജീവനക്കാരോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറുവാൻ ആവശ്യപ്പെട്ട US. ബഹ്റൈനിലും പ്രതിധ്വനികൾ. ഏകദേശം 5ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ആളുകൾ പറഞ്ഞു. ജുഫൈർ ഭാഗത്തു നിന്നും പുക ഉയരുന്നതായി റിപ്പോർട്ടുകൾ. ബഹ്റൈൻ ജുഫൈർ ഭാഗത്താണ് അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. UAE വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചു. താൽക്കാലിക നിയന്ത്രണം എന്ന വിശദീകരണം. പശ്ചിമേഷ്യൻ സംഘർഷം. എല്ലാ മിസൈലുകളും തകർത്തതായി ഖത്തർ. ഇറാൻ ആക്രമണം സ്ഥിരീകരിച്ച UAE. വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ. രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള എല്ലാ മിസൈലുകളും തകർത്തതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം. സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇറാൻ ആക്രമണം UAE സ്ഥിരീകരിച്ചു. നിരവധി മിസൈലുകൾ നിഷ്പ്രഭമാക്കിയതായി UAE ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായി UAE ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണനയെന്നും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ വൻ തിരിച്ചുവരവിനൊരുങ്ങി ആം ആദ്മി പാർട്ടി. നാളെ രാവിലെ ജന്തർ മന്ദറിൽ കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വമ്പൻ തിരിച്ചുവരവിനൊരുങ്ങുന്നു. നാളെ രാവിലെ ജന്തർ മന്ദറിൽ അരവിന്ദ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കും. അതിനിടെ അരവിന്ദ് കേജ്രിവാളിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിക്കുന്നുണ്ട്. ജോലിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക് DDC ജീവനക്കാർക്ക് വേണ്ടിയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ പ്രകടനം. നാളെ രാവിലെ 11 മണിക്ക് അരവിന്ദ് കേജ്രിവാൾ ഉൾപ്പെടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ജന്തർ മന്ദറിൽ മഹാറാലി സംഘടിപ്പിക്കും. പുറത്താക്കപ്പെട്ട ജീവനക്കാരോട് യൂണിഫോം ധരിച്ച് എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റം അപലപിച്ച ഇന്ത്യയിലെ ഇറാൻ എംബസി. അടിയന്തര UN രക്ഷാസമിതി വിളിക്കണമെന്ന് ഇറാൻ. ഇറാന് നേരെയുണ്ടായ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യയിലെ ഇറാൻ എംബസി. ആക്രമണം ഇറാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ഇറാൻ എംബസി പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്നും ജനങ്ങളുടെ സംരക്ഷണവും ദേശീയ താൽപര്യവും സംരക്ഷിക്കുവാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇറാൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇസ്രയേലിൽ പോയി മോദി കാണിച്ചത് ധാർമ്മിക ഭീരുത്വം. ഒരു പുരസ്കാരവും വാങ്ങി. ഇത് ലജ്ജാകരം. ജയറാം രമേശ്. ഇറാനിലെ ഇസ്രായേൽ ആക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ്. മോദിയുടെ 2 നല്ല സുഹൃത്തുക്കൾ ചേർന്ന് ഒരു യുദ്ധം തുടങ്ങിയിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചു. ഇസ്രായേലിൽ പോയി മോദി കാണിച്ചത് ധാർമ്മിക ഭീരുത്വം. ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണെന്ന് പ്രഖ്യാപിച്ച മോദി ഒരു പുരസ്കാരവും വാങ്ങി. മോദിയുടെ ഇസ്രായേൽ സന്ദർശനം അപമാനകരം, ലജ്ജാകരം എന്നും ജയറാം രമേശ് വിമർശിച്ചു. മോദിയുടെ സുഹൃത്തായ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയുടെ പഴയ സുഹൃത്തായ ഇറാനെതിരെ ആക്രമണം നടത്തുന്നു. മോദി തിരിച്ചെത്തി 2 ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെന്ന് പവൻ ഖേര വിമർശിച്ചു. ഇസ്രായേലിനും ഇറാനും ഇടയിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുവാൻ മോദി തന്റെ യാത്ര ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട്? മോദി ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും പവൻ ഖേര ചോദിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. KSUവിന്റെ റീത്ത് പ്രതിഷേധത്തിനുള്ളത് ജനാധിപത്യ ശൈലിയല്ല. ഭീകരാക്രമണത്തിന്റെ ശൈലി. മന്ത്രി MB രാജേഷ്. KSUവിന്റെ റീത്ത് പ്രതിഷേധം ജനാധിപത്യപരമല്ലെന്ന് മന്ത്രി MB രാജേഷ്. റീത്ത് വയ്ക്കൽ പ്രതിഷേധം ഭീകരാക്രമണ ശൈലിയിലുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. നേതാക്കളുടെ പ്രേരണയിലാണ് മന്ത്രി വീണ ജോർജിനെതിരെ ആക്രമണം നടന്നത്. റീത്ത് വച്ചുള്ള പ്രതിഷേധം തള്ളിയ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നടപടി കണ്ണിൽ പൊടിയിടാനാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ശസ്ത്രക്രിയാ പിഴവിന് ആരോഗ്യമന്ത്രിയെ വേട്ടയാടുന്നതിൽ ന്യായീകരണം ഇല്ലെന്ന് മന്ത്രി MB രാജേഷ് വിമർശിച്ചു. സർക്കാർ ആശുപത്രികളുടെ വിശ്വാസ്യത തകർക്കുവാനുള്ള ആസൂത്രിത സമരമാണ് നടക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷം. അടിയന്തരമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണം, നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഇറാൻ, ഇസ്രായേൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നീ മേഖലകളിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്കയ്ക്ക് നിർദ്ദേശം നൽകി. ഇറാൻ, ഇസ്രായേൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നീ മേഖലകളിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം കേരളീയർക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. സഹായം ആവശ്യമുള്ള കേരളീയർക്ക് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളായ
8802012345 180042535339 എന്നിവയിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ പൌരന്മാർ അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.